ആശുപത്രികളിലെ ചികിത്സാ പിഴവ് വീണ്ടും ഉയരുകയാണ്. തിരുവനന്തപുരത്ത് 2.5 വയസ്സുകാരി ചികിത്സാ പിഴവ് മൂലം മരിച്ചതായി വലിയ പരാതി ഉയരുകയാണ്. ആ മകളുടെ മുഖം നമ്മൾക്ക് കാണാം. 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. സർക്കാർ ആശുപത്രികളിലെ പിഴവ് വലിയ രീതിയിൽ ചർച്ചയാവുകയും രാഷ്ട്രീയ വിവാദമാവുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് സ്വകാര്യ ആശുപത്രിക്കെതിരെയും വലിയ രീതിയിലുള്ള ആരോപണം ഇപ്പോൾ ഉയരുന്നത്. കാട്ടാക്കടയിലെ മമൽ സ്വകാര്യ ആശുപത്രിക്കെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിട്ടുള്ളത്. അത് 2.5 വയസ്സായ ഈ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള പരാതി ഉയരുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ വെള്ളനാട് പുനലാൽ ചക്കിപ്പാറ ഷാനിമ മൻസിലിൽ സിദ്ദിഖ് ഫാസില ദമ്പതികളുടെ മകൾ ഐഷ ഫാത്തിമയാണ് മരിച്ചത്. 18 കുട്ടിക്ക് ശ്വാസതടസ്സത്തിനും കൺപോളയിലെ തടുപ്പിനും ആര്യനാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ആദ്യം ചികിത്സ തേടിയിരുന്നു. ശിശുരോഗ വിദഗ്ധനെ കാണിക്കാനായി 19 കാട്ടാക്കടയിലെ മമൽ എന്ന സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. വസ്ത്രങ്ങളുടെ അലർജിയാണെന്നാണ് ഡോക്ടർ അന്ന് പറഞ്ഞത്. കണ്ണാശുപത്രിയിൽ കാണിക്കാൻ നിർദ്ദേശിച്ചതനുസരിച്ച് 20 സ്വകാര്യ കണ്ണാശുപത്രിയിലും പിന്നീട് ഇവർ ചികിത്സ തേടി. ഇന്നലെ ഉച്ചയ്ക്ക് 11 വീട്ടിൽ വെച്ച് കുഞ്ഞിന് അസ്വസ്ഥതയുണ്ടായി. തളർച്ചയും ശ്വാസതടസ്സവും കൂടിയായതോടെ കാട്ടാക്കടയിലെ മമൽ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചു. ശിശുരോഗ വിദഗ്ധൻ അവധിയിലായിരുന്നു അവിടെ. മറ്റൊരു ഡോക്ടറാണ് കുട്ടിയെ പരിശോധിച്ചത്. ഓക്സിജൻ നൽകിയ ശേഷം കുട്ടിക്ക് കയ്യിൽ 2 കുത്തിവയ്പ്പുകൾ നൽകി. ഇതോടെ കുട്ടിയുടെ ഹൃദയമിടിപ്പ് കൂടി എന്നതാണ് പറയുന്നത്. അങ്ങനെ കുട്ടിയുടെ ആരോഗ്യനില വഷളായി. ഈ ആശുപത്രിയിലെ 2 ഡോക്ടർമാരും സിദ്ദിഖിന്റെ മാതാവ് ജുനൈദ ബീവിയും ആംബുലൻസിൽ കുട്ടിയെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ എത്തിക്കുകയായിരുന്നു. പക്ഷേ അവിടെ ചെല്ലുമ്പോഴേക്കും കുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നു എന്നതാണ് പറയുന്നത്. സിദ്ദിഖ് ഫാസില ദമ്പതികളുടെ ഇരട്ട കുട്ടികളിൽ ഒരാളാണ് ഈ ഐഷ എന്ന് പറയുന്ന 2.5 വയസ്സുള്ള കുഞ്ഞ്. ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് മരണകാരണം എന്നതാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. രക്ഷിതാക്കളുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഡോക്ടർ പറഞ്ഞു മോൾക്ക് ശ്വാസം മുട്ടൽ ഉണ്ട്, ആവി എടുക്കണം, വേറെ മരുന്ന് വയ്ക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു മോളെ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഈ കൈയിൻ്റെ ഈ 2 സൈഡിൽ 2 ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എൻ്റെ മോള് ചെറിയ ഇങ്ങനെ ഹോണിക്കൂട്ടി ഇങ്ങനെ ശ്വാസം കിട്ടാതെ 3-4 പ്രാവശ്യം ഇങ്ങനെ ഇളുത്തിട്ട് അവളവിടെ കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത്. അപ്പോഴെന്നെ അടുത്ത ഡോക്ടർമാർ ഓടി വന്നു. നെഞ്ചിൽ കുറേ പ്രാവശ്യം ഒരു 10-30 മിനിറ്റോളം CPR ECG ഒക്കെ വെച്ച് നോക്കി. രക്ഷപ്പെടാതെ നമ്മൾ പോലും പറയാതെ ഇവർ നേരെ ആംബുലൻസിൽ കയറ്റി. നമ്മളാരെയും കയറ്റിയില്ല. ഇവർ 2 ഡോക്ടർമാരും ആര്യൻ ഭാര്യ ഡോക്ടറും ആ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്ത ഡോക്ടറും ഒരു നേഴ്സും പിന്നെ ആംബുലൻസിലെ 2 സ്റ്റാഫുകളും കൂടി ചേർന്ന് നമ്മളെ കയറാൻ സമ്മതിച്ചില്ല. അപ്പം ഞാൻ ബഹളം വെച്ച് ഞാൻ പറഞ്ഞു എവിടെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നെയ്യാർ മെഡിസിറ്റിയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം രണ്ടാമത്തെ പ്രാവശ്യം മരുന്ന് കൊടുത്തപ്പോൾ തന്നെ ഒരു 10 മിനിറ്റോളം ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി നിൽക്കുകയും ചെയ്തു. പിന്നെ ഒരു 8 പ്രാവശ്യം ഇവിടെ തുടരെ മരുന്ന് കൊടുത്തതിന് ശേഷം റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് അവർ മരണം സ്ഥിരീകരിച്ചു. ആശുപത്രി അധികൃതരുടെ പിഴവാണ് എന്നാണ് പറയുന്നത്. കുട്ടിക്കൊപ്പം കൊണ്ടുപോകാൻ പോലും ഈ മാതാപിതാക്കളെ കൊണ്ടുപോകാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്ന് പറയുന്നു. എന്തായാലും അവർക്ക് അവരുടെ കുട്ടിയെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വലിയ വേദനയാണ്. ഇത് ചികിത്സാ പിഴവാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയാണ്. ആ രീതിയിൽ ആശുപത്രിക്കെതിരെ പരാതി നൽകുകയാണ്. പരാതി പറയുകയാണ് ഈ കുടുംബം. അതേസമയം കുട്ടിക്ക് ജീവൻ രക്ഷാ മരുന്നുകളാണ് നൽകിയതെന്നും ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് മറ്റൊരു ആശുപത്രിയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചതെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഈ ആരോപണങ്ങളെല്ലാം അവർ നിഷേധിക്കുകയാണ്. ആശുപത്രി അധികൃതർ പറയുന്നത് കൂടി കേൾക്കാം. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് കുഞ്ഞ് കൊളാപ്സ് ആയതിനു ശേഷം ഇഞ്ചക്ഷൻ അഡ്രിനാലിൻ എന്നുള്ള ഇഞ്ചക്ഷൻ ലൈഫ് സേവിംഗ് ആയിട്ടാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് എമർജൻസി ഫിസിഷ്യനും കാഷ്വാലിറ്റി എമ്മോ ഞാനും കൂടെ കുഞ്ഞിനെ ഇൻക്യുബേറ്റ് ചെയ്ത് പൾസ് റോസ്ക് എന്ന് പറയും, റിവേഴ്സിബിൾ ഓഫ് സ്പോണ്ടേനിയസ് സർക്കുലേഷൻ, അത് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ആംബുലൻസിൽ ഞാനും എമർജൻസി ഫിസിഷ്യനും അവരുടെ ഒരു ബൈസ്റ്റാൻഡറും കൂടെ ചേർന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചത്. അവിടെ ചെന്നപ്പോഴും ഫീബിളായിട്ടുള്ള പൾസസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ സംഭവം. അവര് ഇതേപോലെ അഡ്രിനാലിനും മറ്റ് ഇതൊക്കെ കൊടുത്തായിരുന്നു. എക്സ്റേ എടുത്തായിരുന്നു. എക്സ്റേയിൽ ചെറുതല്ലാത്ത കഫക്കെട്ടുണ്ടായിരുന്നു നെഞ്ചിൽ. അവിടുത്തെ ഡോക്ടേഴ്സിന്റെ മറുപടി ഇത് പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള സമയം കിട്ടിയില്ല. അവർ പറയുന്നത് പിന്നെ ഇത് ഒരു അലർജിക് റിയാക്ഷനാണ് എന്നുള്ളതാണ് പറയുന്നത്. കുട്ടി 18-ാം തീയതി പിന്നെ കണ്ണിലെ തടുപ്പും മുഖത്തെ തടുപ്പും തളർച്ചയും പനിയായിട്ട് ആദ്യം ആര്യനാട് ഹോസ്പിറ്റലിലാണ് പോയത്. ആര്യനാട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം 19-ാം തീയതിയാണ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ടും ഇവിടുത്തെ ട്രീറ്റ്മെന്റ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാതെ
21 തീയതി വീണ്ടും കണ്ണാശുപത്രി പോകുന്നു. കണ്ണാശുപത്രി പോയിട്ട് പിന്നെ 22 തീയതി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം വന്നപ്പോൾ വളരെ സിക്കായിരുന്നു. നെഞ്ചിൽ തെത്ത് വെച്ച് നോക്കുമ്പോൾ മുഴുവൻ കഫക്കെട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഉടനെ തന്നെ റെഫർ ചെയ്യാൻ തീരുമാനിച്ചു. റെഫറൻസ് ലെറ്റർ പേഷ്യൻറ്റിന് കൊടുക്കുകയും ചെയ്തു. ഇതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ ആശുപത്രിയുടെ വീഴ്ചയാണ് കുട്ടിയുടെ ജീവൻ എടുത്തത് എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. കുടുംബത്തിന്റെ പരാതിയിൽ ആര്യനാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാട്ടാക്കട മമ്മൽ ആശുപത്രിക്ക് മുന്നിൽ ഡിവൈഎഫ്ഐയുടെയും BJPയുടെയും വലിയ പ്രതിഷേധവും നടന്നു. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ ആർട്ടറി ഫോർസെപ്സ് മറന്നുവെച്ച സംഭവമാണ് വലിയ വിവാദങ്ങളിലേക്ക് ഈ ചർച്ചയിലേക്ക് വീണ്ടും കാര്യങ്ങളെ കൊണ്ട് ചെന്ന് എത്തിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. 5 വർഷം വേദന കൊണ്ട് നരകയാതന അനുഭവിച്ച ഉഷ തോമസ്, അത് എത്രമാത്രം ബുദ്ധിമുട്ടാണ് അവരുടെ ജീവിതത്തിൽ ഈ പിഴവ് മൂലം അനുഭവിച്ചത് എന്നത് നമ്മൾ കണ്ടതാണ്. അത് വലിയ വാർത്തയും വലിയ രാഷ്ട്രീയ വിവാദവുമൊക്കെ ആയിരുന്നു. സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളെ തകർക്കാൻ ഗൂഢാലോചന നടത്തുകയാണ് എന്നതാണ് ആ ആരോപണങ്ങളിൽ മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. സർക്കാർ ആശുപത്രികളാകെ മോശമെന്ന് പ്രചരിപ്പിച്ച് സ്വകാര്യ ചികിത്സാ മേഖലയിൽ പിടിമുറുക്കിയിട്ടുള്ള കുത്തക കമ്പനികളെ സഹായിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നത് വീണ ജോർജ് ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വകാര്യ ആശുപത്രികളാണ് മികച്ചതെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആരോഗ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത് ഒരു സ്വകാര്യ ആശുപത്രിക്കെതിരെയാണ്. ആരോഗ്യമന്ത്രി അന്ന് സംസാരിക്കുമ്പോൾ ഹരിപ്പാട്ട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഉഷ ജോസഫിന് സംഭവിച്ചതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായതും മന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ കാട്ടാക്കടയിലുണ്ടായ ഈ സംഭവവും സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് പക്ഷേ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. സർക്കാർ ആശുപത്രിയിലായാലും സ്വകാര്യ ആശുപത്രിയിലായാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇതൊക്കെ. നമ്മൾ ആശുപത്രിയിലെത്തുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, നമ്മളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും എന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇത്തരം വീഴ്ചകൾ സംഭവിക്കുന്നത് ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇവിടെ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ആ കുടുംബത്തിന് അവരുടെ 2.5 വയസ്സുള്ള കുഞ്ഞിനെയാണ് നഷ്ടമായിരിക്കുന്നത്. ഈ ലോകത്തേക്കെത്തി 2.5 വർഷമാകുമ്പോൾ തന്നെ ആ കുഞ്ഞിന് അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പല ആശുപത്രികളിലായി കൊണ്ടുപോയി. പക്ഷേ അവിടെ ഒന്നും എന്താണ് കുഞ്ഞിൻ്റെ യഥാർത്ഥ പ്രശ്നമെന്ന് കണ്ടെത്താനോ അതിന് ചികിത്സ കൊടുക്കാനോ കഴിഞ്ഞില്ല. മാത്രവുമല്ല, ഇഞ്ചക്ഷൻ വെച്ചതിന് പിന്നാലെയാണ് ആ കുഞ്ഞിന് അസുഖം വല്ലാത്ത രീതിയിലാകുന്നതും ശ്വാസം കിട്ടാതെയാകുന്നതും എന്ന് അച്ഛൻ പറയുന്നതും നമുക്ക് കേൾക്കാം. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. എന്തായാലും വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകണം. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഏതാണ്ട് 12 കോടി ജനങ്ങളാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ച് എത്തുന്നത് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളുടെ നാട്ടിൽ സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. വികസിത രാജ്യങ്ങളിൽ പോലും 10-ൽ ഒരാൾക്ക് വീതം ആശുപത്രി ചികിത്സയ്ക്കിടെ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ പിഴവുകളോ ഒക്കെ സംഭവിക്കാറുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ തന്നെ കണക്കുകളാണ് അത്. അപ്പോൾ അതിലും മെച്ചമാണ് നമ്മളുടെ സാഹചര്യം എന്നതാണ് സർക്കാർ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സുരക്ഷിതമല്ലാത്ത ചികിത്സാ രീതികൾ മൂലം ലോകമെമ്പാടും പ്രതിവർഷം 30 ലക്ഷത്തോളം മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നതൊക്കെയുള്ള കണക്കുകൾ ഉണ്ട് എങ്കിൽ പോലും നമ്മളുടെ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടതാണ് എന്നതാണ് വസ്തുത. പക്ഷേ അതൊന്നും ഇത്തരം ചികിത്സാ പിഴവുകളിൽ ഒരു ന്യായീകരണമല്ല. 50% കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ ഒഴിവാക്കാവുന്നവയാണ് ഈ സംഭവിക്കുന്ന വീഴ്ചകളും അനാസ്ഥകളും എന്നതാണ് യാഥാർത്ഥ്യം. പിഴവുകൾ ഒഴിവാക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ജീവനക്കാരെ ഉറപ്പുവരുത്തുകയും കൃത്യമായ മോണിറ്ററിംഗ് ഉറപ്പാക്കുകയും ഒക്കെയാണ് ഇക്കാര്യങ്ങളിൽ ചെയ്യേണ്ടത്. അത് സ്വകാര്യ മേഖലയിലാണോ സർക്കാർ മേഖലയിലാണോ എന്ന് വീതിച്ച് കാണിക്കുകയല്ല. എവിടെ വെച്ചായാലും നഷ്ടമുണ്ടാകുന്നത് മനുഷ്യർക്കാണ്. അത് ഓരോ കുടുംബത്തെയും തളർത്തിക്കളയുന്നതാണ്. അപ്പോൾ വീഴ്ച പരമാവധി കുറയ്ക്കുക എന്നത് തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് ചൂണ്ടിക്കാട്ടുന്നതും ആ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. വീഴ്ചകളിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം. ആവർത്തിക്കാതിരിക്കാനുള്ള കൃത്യമായ മുന്നറിയിപ്പായി അത് മാറണം. ഇവിടെ 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ നഷ്ടം ആ കുടുംബത്തെ സംബന്ധിച്ച് നികത്താനാകാത്തതാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്നതാണ് നമുക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.